ഒരിക്കൽ മുഹമ്മദ് നബിയോട് ഒരു സഹാബി ചോദിച്ചു, ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് ആരെയാണ്? നബിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, നിന്റെ മാതാവിനെ. പിന്നെ ആരെയാണ്? ചോദ്യം ആവർത്തിച്ചപ്പോൾ നിന്റെ മാതാവിനെ തന്നെ എന്നായിരുന്നു ഉത്തരം. പിന്നെ ആരെ എന്നൊരിക്കൽ കൂടി ചോദിച്ചപ്പോഴും നിന്റെ മാതാവിനെ എന്ന് പറഞ്ഞ നബി തിരുമേനി 4-ാം വട്ടം നിന്റെ പിതാവിനെ എന്ന് പറഞ്ഞു. കുറവുണ്ടോ മോളെ? അമ്മ പോയിട്ട് വരാട്ടാ. കുറവില്ലേ? കുറച്ച് ചായൻ്റെ വെള്ളം ഉണ്ടാക്കി കുടിച്ചോ. പെല്ലുമാ, ആറ്റ പണിക്ക് പോയിനാ മോളെ. ഈന് മധുരമൊന്നും ഇല്ലല്ലോ മോളെ. പഞ്ചാര തീർന്നേനും ഉമ്മ വരുമ്പോ കൊണ്ടുവരും. അലീൻ്റെ കാര്യം അറിയാലോ, മധുരല്ലെങ്കിൽ ഓനിക്ക് ഇറങ്ങൂല. സൈനു, സൈനു എണീക്ക്. അലി, അലി, ദാ എണീക്ക്. എണീറ്റ്. എന്താ? കുക്കു ഇട്ടതാ. ചൂടുണ്ട്, വിട്ടതാ. ഞങ്ങൾക്കിത് വിരിയിക്കണം. ഉലിങ്ങാണ്ട അരി പൂത്തിയേക്ക്. ആ വാ.
ആറ്റേ ആ മുമ്പിലെ ചെടിച്ചട്ടിയിൽ കുറേശ്ശെ വെള്ളം ഒഴിക്കണം. സുബൈ കഴിഞ്ഞ് മൂപ്പര് വരാറായി. വാടിയിട്ട് കണ്ടാൽ ഭയങ്കര കുഴപ്പമായിരിക്കും. ആ ഞാനൊന്ന് നിസ്കരിച്ചിട്ട് വരാം. ആ ഓ ആ അബു പുരളിക്കൊക്കെ വരാറുണ്ടോ? ഏടെ വരാന് കുട്ടികളെങ്കിലും കാണാനൊന്ന്. ജുമാക്കിടയ്ക്ക് മിന്നായം പോലെ ഞാൻ കാണാറുണ്ട്. ഇനി കാണുമ്പോൾ അവനോട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ആറ്റേ ഈ ബയ്യപ്പുറത്തേക്ക് ചെല്ലേ. 100 കൂട്ടം പണിയുണ്ട് അവിടെ. ചെല്ലേ. वालेकुमुस्सलाम. قم اجلس. قم اجلس. ألفين فتح ألفين كسر ألفين ضم ألفين سكون أودي قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. നിർത്തിക്കോളെ ഉസ്താദേ, മുനീറല്ലാതെ ഓൾക്കെന്താ പറ്റിയ? ഇവനെന്തോ കണ്ട് പേടിച്ചിന്. ഒന്ന് മന്ത്രിച്ചു ഊതണം. നടക്ക്, പേടിക്കണ്ട. വാ. പേടിക്കണ്ട, അമ്മ ഉസ്താദല്ലേ. നടക്ക് നടക്ക്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه
يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പേടിക്കാണ്ടക്ക് സാരല്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. കേമുള്ളതാണ് കൂടിയത്. കുറച്ചു നേരം ബോധക്കേടൊക്കെ ഉണ്ടാവും. കൊണ്ടേക്കോ. ചന്ദ്രമാമ, നിങ്ങൾ എനക്കൊരു പൂക്കളുള്ള തൊപ്പി ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞിട്ട് ഈ ഒന്ന് അടങ്ങണ്ട അലീക്ക, ഇതൊന്ന് തീർത്തു കൊടുത്തോട്ടെ. എന്നിട്ട് നല്ല കിന്നരി വെച്ച തൊപ്പി എന്നെ അടിച്ചെന്നാക്കാം പോരെ? ഇതെന്താ നിങ്ങളെ അടിച്ചു കൂട്ടുന്നത്? ഇത് നമ്മളെ പാർട്ടീന്റെ കൊടിയാ. ഈ ആ ഫോട്ടോകൾ കണ്ട ഓരൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റുകാരാന്ന്. ഓൻ്റെ വല്യപ്പാപ്പില്ലേ കുഞ്ഞമ്മ സാഹിബ്, ഓരും തേഞ്ഞൊരു കമ്മ്യൂണിസ്റ്റേനു. ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാ എന്തേനു ചന്ദ്രമാമ? കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ എങ്ങനെ എനിക്കൊന്ന് പറഞ്ഞുതരാ. അന്യൻ്റെ സങ്കടം സ്വന്തം സങ്കടമാണെന്ന് കരുതുന്നവരെയാ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാ. എന്നുവെച്ചാ പാവപ്പെട്ടവൻ്റെ വിഷമം മനസ്സിലാക്കി സഹായിക്കുന്നവരെ. ഞുവാ എൻ്റെ മോനും വലുതായ കമ്മ്യൂണിസ്റ്റ് ആവണം. ആവും. കുഞ്ഞുമ്മ സാഹിബിൻ്റെ ചോരയല്ലേ. എത്തിയാ എന്നെന്താ എൻ്റെ പഞ്ചായത്ത് നേരത്തെ പൂട്ടിയാ? അച്ഛനും നേടേം പോയില്ലേ? ഇല്ല, സന്ധ്യക്ക് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോകണം. ജനറൽ ബോഡി ഉണ്ട്. അച്ഛന് ചായ വേണോ? അലി വാടാ. വേണ്ട, ഞാൻ പോട്ടെ ചന്ദ്രമാമ. ഏയ് ചന്ദ്രമാമ, ഞാനും വലുതായ പാവപ്പെട്ട സഹായിക്കുന്ന ഒരാളാവും. നിങ്ങൾ എന്നെ തൊപ്പിന്റെ കാര്യം മറക്കല്ലേപ്പാ. ആ പഞ്ചസാര, ചായപ്പൊടി, തേങ്ങ്. എൻ്റെ റബ്ബേ, എന്താ ഒരു ബല. ആ സെയ്താലിൻ്റെ ഒരു വിചാരം 10 റുപ്യ വയ്യ തരാന്ന് പറഞ്ഞേരം ഓനൊരു പപ്പടത്തിന് കെട്ടിടത്താണ് മാറ്റി. ഇതുവരെ 1 ഉറുപ്യ ഞാൻ അവന് കൊടുക്കാനില്ല. എന്നിട്ടാ കുക്കിന് തിന്നാൻ എന്തെങ്കിലും വാങ്ങീനാ? ഇല്ല മോളെ, അതാടുന്നതേം കുത്തിപ്പെറുക്കി തിന്നോളും. ബലിമ, ആ ഏടുന്നാണ് ഈ ഓടിപ്പാഞ്ഞ് വരുന്നത് വിശത്ത് കുളിച്ച്? ഉമ്മ سمع الله لمن حمده الله. അബു ആബു അവിടെ വന്നോ. വാ വാ ഇങ്ങോട്ട് നീക്ക. അല്ലെൻ്റെ അബു, ഇനി എന്താ പൊരക്ക് പോകാത്തത്? അനക്കെൻ്റെ കുട്ടികളെങ്കിലും കാണണ്ടു. ആയിട്ടുങ്ങളെങ്ങനെ ജീവിക്കുന്നെങ്കിലും അറിയണ്ടേ? എൻ്റെ ഹാജരെ
പുതിയ വക്കാലത്തൊന്നും ഈടെ പെടുക്കുന്നില്ല. നിങ്ങൾ വേറെന്തേലും പറ. ആദ്യം ഓളെ തള്ളി നിലത്ത് നിൽക്കിട്ട്. നമ്മളാരും വക്കാലത്തും കൊണ്ട് വന്നൊന്നല്ല, പടച്ചോറ് നിരക്കാത്ത ഈ ഇപ്പോൾ ചെയ്യുന്നത്. ഈ നിക്കാഹ് കഴിച്ച പെണ്ണിന് മക്കൾ ഈ അല്ലാണ്ട് പിന്നെ ആരാ പോറ്റുക? അത് പറ. പോറ്റാം. ആ പൊരയും പറമ്പ് വെച്ചിട്ട് ലോൺ എടുക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ലല്ലോ. ആദ്യം ആ തള്ളോട് അത് ചെയ്തു തരാൻ പറ. ഏതു നേരം വലിവും കൊണ്ട് കിടക്കുന്നുള്ള ചക്കാത്തിരി പേരേണ്ട ആവശ്യമൊന്നും അനക്കില്ല. ആകെയുള്ള 10 സെന്റ് ബാങ്കിൽ വെച്ചാല് ഐറ്റിയും കഥലിടുള്ളൂ. വേണ്ട, എന്നാ പിന്നെ ആചരിച്ചല്ലേ, അനക്ക് വേറെ പണിയുണ്ട്. അബുളിയന്റെ കൂട്ടുകെട്ട് വലിയ പ്രശ്ന. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഒന്നും പറഞ്ഞ് നടക്കല. കണ്ണ് കണ്ട സ്ഥലത്തിനൊക്കെ വില പറയൂ. ഒരു കാര്യമില്ല. ഇക്കിപ്പ ആയിഷുവിന്റെ കൂടെയാ. ഓള് പഠിക്കണ കാലത്തേ ശരിയല്ല. കെട്ടിയോൻ ഒഴിവാക്കി നിക്കുക. ഏതായിഷു? ആ പിത്തണ പരീതില്ലേ ഓന്റെ ഇത്. കച്ചവടം തുടങ്ങിയാരോ സഹായിച്ചില്ലാന്നും പറഞ്ഞ് എന്നോട് വലിയ ലോഹ്യൊന്നുമില്ല. ഓനോട് ഇനി പടച്ചവരം വന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഉള്ളതെല്ലാം പണയം വെച്ചിട്ടാ ബാപ്പ ഇരുമ്പ് കട ഇട്ടു കൊടുത്തെ. അതും കൊണ്ടേ കളഞ്ഞ്. ബാങ്കുകാർ കൊണ്ടുപോണേൻ്റെ വിഷമം താങ്ങാൻ കഴിയാണ്ട് ഒരു നെഞ്ചു പൊട്ടി മരിച്ച്. വാടകപ്പുരയിൽ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റാണ്ടായാരാ ഞാനിങ്ങ് വന്നേ. ആരോടെങ്കിലും ഒന്ന് പറയേണ്ട വെച്ചിട്ട് വന്നതാ. വലിയ കഷ്ടപ്പാടാണ് ഡേറ്റിങ്ങളെ കാര്യം. ഇങ്ങോട്ട് വാടി, ഇന്നെ നമ്മൾ കാണിച്ചു തരാം. കാലായി തുടങ്ങിയിട്ട് ഒരു വലിയ ആചാര്യ വക്കാലത്ത് കൊണ്ട് പറഞ്ഞു വിട്ടിന്. ഓറിങ്ങൾ ആരാ തള്ളേ? കഥകളൊക്കെ ഞാനും കുറെ കേട്ടിരിക്കുന്നു. കേട്ടിനെങ്കിലേ കണക്കായി പോയി. ഒന്ന് പോടാ അവിടുന്ന്. നാണല്ലാത്തോനെ കെട്ടിയാനെന്ന് പറഞ്ഞ് നടക്കുന്നു. ഓക്കൊരു കീർത്തുണി വാങ്ങി കൊടുത്തിനെ. ഈ കുട്ടിയൊക്കെ ഒരു മിഠായി വാങ്ങിക്കൊടുത്ത് ബന്ധട്ടാനക്ക് ഈ പൊരയിൽ എങ്ങനെ തീ പുകയെന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചില്ല. ചെക്കന് വിട്, ഓനൊന്നും ചെയ്യരുത്. നിങ്ങളെ കാര്യം നോക്ക്, ഇതിൽ ഇടപെടണ്ട. ഇതെന്റെ കാര്യം തന്നെയാ. ഈടെ കൊയപ്പുണ്ടാക്കാണ്ട് നീ പോവാൻ നോക്കപ്പോ. ഈ കാഫിരിറ്റിങ്ങളെ ബലത്തില് അങ്ങനെ കളിയല്ലേ തള്ളേ. എപ്പോ ഒറ്റിങ്ങൾ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ഈ പോടാ അവിടുന്ന്. ഇതിൽ മേലെ എന്ത് കാണിക്കാനാ? ചോദിക്കാനും പറയാൻ ആരില്ലാത്തോണ്ടാ ഓൻ്റെ നെകിളിപ്പ്. കുട്ടികളെല്ലാം ഇങ്ങനെ തച്ചാലെന്താ ചെയ്യാ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്ര. ഇതെല്ലാം ഓരോരുത്തരുടെ യോഗ. മോളെ സാരില്ലപ്പാ, ഇത് നെറ്റില് വരട്ടിയാ മാറിക്കോളും. അലിക്ക് സൈനുവിനും ഇനിയും പേടി പോയിട്ടില്ല. പ്രേതം കൂടിയ പോലെയല്ലേ ഓൻ്റെ തുള്ളല്. എങ്ങനെ പേടിക്കാണ്ടെക്കുക? അല്ല പാത്തുമ്മ, ഇടയ്ക്കെല്ലാം അനക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാലെന്താ? അവിടെ പുരയിൽ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഈടെയാണെ അടുക്കളയിൽ ഒരു കൈ സഹായമാവും. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. അബു ഇന്നലെ വന്ന് കുഴപ്പമുണ്ടാക്കിയില്ലേ? വയ്യപ്പുറത്തേക്ക് ചെല്ലേ. വലിപ്പ എനിക്ക് ഡാൻസ് ഒക്കെ അറിയാം. അതെയോ? നീ ആള് മിടുക്കനാണല്ലോ. Guess we start walking. Come on, Bill's Raven's idea of a joke. I am so not laughing. Hey, she didn't send us here. You're the one who went snooping in a room and നല്ല രസമുണ്ടല്ലേ? ഞാൻ പോരാ. Who booby traps a mirror? Maybe it wasn't a trap. Da, Maybe താക്കിലിരുന്ന് കാണാം. Maybe this is where she's from. Definitely creepy enough. Like I was saying. Turn back. Turn back. Turn back. Turn back. Sweet. Betcha they. ഓ, ഈടുന്ന് ഉറഞ്ഞുള്ളി പോകുമ്പോഴേ എനിക്കറിയേനു കൊന്താനമൂല്യരും കൂട്ടി വരുമെന്ന്. ഞാനത് നോക്കിയിരിക്കേനു. അതെന്താ അങ്ങനെ?
അല്ല ഈ നാട്ടിൽ പിരിക്കലും കൂട്ടിലൊക്കെ നിങ്ങള് വയ്യാണല്ലോ. ഖുർആനും ശരീഅത്തിനും എതിരായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഖുർആനും ശരീഅത്തും കുപ്പായം മാറുന്ന പോലെ പെണ്ണുങ്ങളെ മാറാന്ന് ഏത് ഖുർആനിലാ പറഞ്ഞിന്? ഭാര്യ രോഗിയാണെങ്കി ഓളെ വിട്ട് മറ്റ് ബന്ധാവുന്നുണ്ടല്ലോ, ശരിയത്തന്നെ അത്. കോടാടുന്ന് 3 നേരം കള്ളും കുടിച്ച് തലക്ക് വെളിയിൽ നടക്കണ ഇയ്യാ ഖുർആനും ശരീഅത്തും പറയണ്. മൊയിലരെ, നിങ്ങൾ തലാക്കിന് വേണ്ട ഏർപ്പാടാക്ക്. സാക്ഷികളുണ്ട്. ഇവരോട് കൂട്ടം കൂടി നിന്നിട്ട് സമയം കളയണ്ട. ഇരു കൂട്ടർക്കും ഒത്തുപോകാൻ കഴിയാതെ വന്ന സാഹചര്യത്തില് ഏടെ ഇരു കൂട്ടര് ഞങ്ങക്ക് തലാക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഓനിപ്പ ഈ പൊരയും പറമ്പും പണയം വെക്കണം. അത് കിട്ടൂലാന്ന് തോന്നിയേരം അനക്ക് നിങ്ങളൊന്നും വേണ്ട, ഇന്നങ്ങോട്ട് വിട്ടേക്ക്. ആരെന്നോടെ കെട്ടിട്ടിന് ഏടച്ചാ പോയിക്കോ. എന്നാ 3 ബട്ടം വേണോ? വലിയ പറമ്പിൽ ഹസൻ മകൾ ഫാത്തിമ എന്ന എൻ്റെ ഭാര്യയെ ഖുർആനും ശരീഅത്തിനും വിധേയമായി ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു. എന്തേ സൂറ കണ്ടങ്ങള് എന്റെ കുട്ടീനെ ചെയ്ത ചെയ്യല്? ആര്? അലിയോ? അലി ആലി ഇടന്നാ ബാടാ ഇങ്ങോട്ട് വാന്ന്. എന്താടാ ഈ കാണിച്ച്? പറയടാ എന്തിനാ ചെയ്തെന്ന്? എന്നെ കളിയാക്കിട്ടാ. കളിയാക്കിയോ? ഓൻ എന്ത് പറഞ്ഞ എന്നെ കളിയാക്കി? പറയടാ. എന്റെ ഉമ്മാനെ തലാക്ക് ചൊല്ലിന്ന് പറഞ്ഞിട്ട്. പറഞ്ഞെന്താ തെറ്റ്? ഓൻ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങോട്ട് വാടാ. തൊണ്ണൂറാം കുത്താ ഞാൻ കുത്തിയെ. 90 കുത്തോ? ആ എന്നുവെച്ചാ 90 തട്ടിപ്പൂ. ഉമ്മ തലാക്ക് ചൊല്ലിയാ പിന്നെ വാപ്പ ഇനി വരൂലല്ലേ ഉമ്മ? എന്തിനാ വാപ്പ ഉമ്മാനെ തലാക്ക് ചൊല്ലിയേ? എനക്കറിയില്ല മോളെ. പള്ളിക്കാരൊക്കെ വരുന്ന എന്തിനാ? ഖുറാനിൽ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടാ? ഹാദർവായ റസൂൽ പറഞ്ഞ എന്താണെന്ന് അറിയാവോ മോക്ക്? ഈ ദുനിയാവിൽ വെച്ച് അനുവദനീയമായ കാര്യങ്ങൾ പഠിച്ചവൻ ഏറ്റവും വെറുക്കുന്നത് തലാക്കാണെന്ന് ഉപ്പാപ്പ പറഞ്ഞതാ. അപ്പൊ മരിച്ചു ചെല്ലുമ്പോ ബാപ്പാനെ ശിക്ഷിക്കില്ലുമ്മ? അങ്ങനെ തന്നെ വേണം. ഉമ്മ, രേഷ്മയും സബിതയും 8 കോൺവെന്റ് സ്കൂളിലാ ചേരുന്നത്. ഞാനോ? ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. കുൽ അഅദു ബി റബ്ബിന്നാസ് മലക്കിന്നാസ് ഇലാഹിന്നാസ്. മോളെ, ഖുറാൻ എന്നത് ഒരു കാവ്യം പോലെ മനോഹരമാണ്. നീട്ടി മണി ചോദിയ കേൾക്കാൻ നല്ല ഇമ്പമുണ്ടാവും. ഓദിക്കോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഫാത്തിമാനെ തലാക്ക് ചൊല്ലിന്ന് ആറ്റ പറഞ്ഞല്ലോ, നിങ്ങൾ അറിഞ്ഞില്ലേ? പടച്ചോറ് നിരക്കാത്ത കാര്യങ്ങൾ കൂട്ടുകൂടാൻ എല്ലാരും ഉണ്ടാവും. അല്ല, ഓളിപ്പോ ഇവിടെ കാണാറില്ലല്ലോ. ഓ, ഓളെ പണിക്ക് ഒരു തഞ്ചവും ഇല്ലാന്നേ. ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. ഒന്ന് ഇടം വരെ വന്നു പോ. ഓ,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്റെ റബ്ബേ, ആരാത്? ഉമ്മ, ആരാ വരുന്നു നോക്കിയ? നീ പോയി കാറിന് സാധനങ്ങൾ എടുത്തിട്ട് വാ. സുഖല്ലേ? സുഖാണ്. ഉമ്മാക്കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് കുറെ കാലമായി വിചാരിക്കുന്നു. അനക്കൊന്ന് കാണാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാ. നമ്മളെ ഉള്ളൂ ഇനി. ആടുന്ന് പോന്നേ പിന്നെ ഉമ്മ എപ്പോഴും പറയും നിങ്ങളെ കാര്യം. പണ്ടത്തെ കാര്യങ്ങളൊക്കെ എന്നും ഞാൻ ഓർക്കും. KPCCയിലെ അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റ്, EMS സെക്രട്ടറി ആയിരുന്ന കാലം നല്ലൊരു വോളണ്ടിയർ സേന ഉണ്ടാക്കിയിരുന്നു. സാഹിബായിരുന്നു അതിൻ്റെ ക്യാപ്റ്റൻ. അതിൻ്റെ ഒരു ചിട്ടയും കരുത്തും മരിക്കോളം സാഹിബിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്തിരി ചായൻ്റെ വെള്ളം എടുക്കട്ടെ? വേണം വേണം, എത്ര കുടിച്ചതാ. പാട്ടും താളവും ഒക്കെ ആയി എന്തുത്സാഹമായിരുന്നു സാഹിബിന്. ആ, കുട്ടികളെവിടെ? എന്താ മക്കളുടെ പേര്? അക്ബർ അലി, ഓ. സൈനുനിസ. ഓ, പഠിക്കുന്നില്ലേ? ഇപ്പൊ വെക്കേഷനാ. ഓ, അത് ശരി. ഇതലിക്കും സൈനൂനും. ഹായ്. വാ. കുറച്ച് അരിയും സാധനങ്ങളുമാ. ഹസൻ മരത്തേന്ന് വീണ് മരിച്ചതാ എന്നെ ഏറ്റവും വിഷമിപ്പിച്ചത്. നല്ല അധ്വാനിയ, എൻ്റെ മോളെ നന്നായി നോക്കുന്നൊക്കെ എന്നോട് സായിബ് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതോടെ എല്ലാം പോയി. എൻ്റെ മോളുടെ പഠിത്തോ പിന്നെ കല്യാണം അതും നേരെയായില്ല. ഓനെന്താ പറയുന്നേ? ഓളെ വേണ്ടാന്ന്. ഒക്കെ ശരിയാവും. പുറത്തേക്കൊക്കെ ഇറങ്ങാറുണ്ടോ? തീരെ വയ്യ, നീറ്റ് നടക്കാൻ പറ്റുന്നില്ല. എനിക്കും അങ്ങനൊക്കെ തന്നെയാ. സഹായം വേണം. കാഴ്ചക്ക് വലിയ തകരാറൊന്നുമില്ല. എന്താ ഇതിരിക്കട്ടെ. മക്കള് നാളെ എന്നെ ബോംബെക്ക് കൊണ്ടുപോവാ. ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ കിടന്നിട്ട് ഓർക്ക് അവിടെ സമാധാനം ഇല്ലയെന്ന് കുറേ നാളായി പറയുന്നു. അവസാനം ഞാൻ സമ്മതിച്ചു. ഓര് പറയുന്നില്ല എന്തെങ്കിലും കാണും. അച്ഛനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. പക്ഷേ ഈ കാറ്റും ഗന്ധവും ഒക്കെ വിട്ട് ഏടെയും പോകണ്ടായിരുന്നു എനിക്ക്. ഇവിടെ തന്നെ അങ്ങ് തീർന്നാ മതിയായിരുന്നു. ഇറങ്ങുക. ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒന്ന് കാണാൻ പറ്റിയല്ലോ. മോളൊന്നും കൊണ്ടും വിഷമിക്കരുത്. മക്കളെ പഠിപ്പിക്കുക, ഓരുടെ കാര്യം നോക്കുക. നല്ലതേ വരും. പിന്നോട്ടെടുക്ക്. മുമ്പിൽ ടാർ റോഡ്, നടുക്കൂടൊരു വൈകിട്ട 10 കഷ്ണാക്കാം, അലുവ പോലെ മുറിക്കാം. നല്ല അസല് പ്ലോട്ടാ. സെന്റിന് 50 പറഞ്ഞിട്ട് മാപ്പിള എടുക്കുന്നില്ല. വാങ്ങാൻ ആള് റെഡിയായിട്ട് നിൽക്കുക. അതെ, ശരീഅത്തും ഖുറാനും ചൊല്ലി ഒരു പെണ്ണിനെ ഒഴിവാക്കിയ എല്ലാം തീർന്നതാണോ? ഈ നാട്ടിലെ കോടതി സ്ത്രീക്ക് അനുകൂല, അറിയോ? ജീവിതകാലം മുഴുവൻ ഒക്കും കുട്ടിയേക്കും ചെലവിന് കൊടുക്കാനാ നിയമം. ഒരു പെറ്റീഷൻ മതി. ഓർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? അതിന് കോടതിയിലെല്ലാം കയറി ഇറങ്ങാൻ കൈ ഓർക്ക്. നല്ല എണ്ണം പറഞ്ഞ വക്കീൽമാരുടെ ഇടെ എല്ലാവരും ഏറ്റോളും. ഒരൊറ്റ ഒപ്പിട്ടാൽ മതി. പെണ്ണിൻ്റെ കണ്ണീരിനിടെ നിയമത്തിൽ വലിയ വിലയാ.
ആറ്റേ എനക്കെന്താ പറ്റിയേ? നമ്പുരിച്ച് മരിച്ചുമ്മ. ഇന്ന് രാവിലെ മക്കള് ബോംബെക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോളാ. അല്ലാ, എന്റെ കുതിരത്ത് ആയുസത്തെ നേരത്തെ ഈടെ വന്ന്. ഓലുള്ളിലുള്ള പോലെ തന്നെ ഈടെ അച്ഛൻ എല്ലാം കഴിഞ്ഞു. മക്കൾക്കും സുഖം, ഓൽക്കും സുഖം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇദാ സിൽസിലത്തിൽ അർളു സിൽസാലഹ വ അഹ്ജറത്തിൽ അർളു അസ്കാലഹ وأخرجت الأرض أثقالها വ അഹ്ജറത്തിൽ അർളു وأخرجت الأرض أثقالها വ അഹ്ജറത്തിൽ അർളു അസ്കാലഹ وأخرجت വ അഹ്ജറത്തിൽ وأخرجت വ അഹ്ജറത്തിൽ وأهجرت വ അഹ്റജത്തിൽ. പോ ശൈത്താനെ, ഈ അന്യം കൂടി തെറ്റിക്കും. ഹലോ, ഇന്ററാമർപ്പ് ഇന്ന് ഞാൻ മാറ്റി തരാടാ. നടക്കടാ അങ്ങോട്ട്. ഇന്നോടാ നടക്കാൻ പറയുന്നു. അലിക്ക് ഒട്ടും പേടിയില്ലാട്ടോ. എന്താടാ? എന്താടാ? എന്തെങ്കിലും ഉറക്കത്ത് കണ്ടതായിരിക്കും. ഒന്ന് കിടക്ക. സഖാവേ, സഖാവേ, ഞാൻ ആ കല്യാണക്കാര്യം പറയാൻ വന്ന ഓർക്കും ഇവിടെ ചുറ്റുപാടൊന്നും അത്രക്ക് പിടിച്ചിട്ടില്ല. പെണ്ണിന് ജോലിയുള്ളതുകൊണ്ട് ഒരുവിധം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ പെണ്ണിന് എത്ര പണ്ടം ഉണ്ടാവുമെന്ന് ചെക്കൻ്റെ അച്ഛൻ ചോദിച്ചീന്. അതൊക്കെ മോശമല്ലാത്തതുണ്ടാവുമെന്ന് ഞാനും പറഞ്ഞു. സഖാവൊന്നും പറഞ്ഞില്ല. സഖാവൊന്നും പറയണ്ട. പണ്ടും ചുറ്റോടും നോക്കി വരുന്നവരൊന്നും ഇവിടെ കൊണ്ടുവരണ്ടെന്ന് മമ്മാല് കൂടെ ഞാൻ എത്ര തവണ പറഞ്ഞതാ. അയാളെ എനിക്ക് പിടിച്ചില്ലെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേക്ക്. അച്ഛാ, കല്യാണം കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. മമ്മാലിക്ക ചെല്ല്. അച്ഛൻ ഞാൻ ഇറങ്ങാം. മോളെ, ഞാനുണ്ട്. സഖാവേ, കാണാം. ചന്ദ്രേട്ടാ, പഞ്ചായത്തിൽ പെൻഷൻ അദാലത്ത് നടക്കുന്നുണ്ട്. നമ്മളെ ബ്രാഞ്ചിൽ നിന്ന് അറിഞ്ഞ് അപേക്ഷ കൊടുക്കാനുള്ള ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാള് പഞ്ചായത്തിൽ വരുന്നുണ്ട്. ഓ ശരി. ഇതിലേതാ വേണ്ടേ? ഇത് മതി. ചെതിലിക്ക, ഇത് 2 മുട്ടായി. വല്യമ്മ പൈസ തരും. എന്റെ വല്യമ്മയാരാ? ഇവിടുത്തെ പൈസറ്റാ. ഈലുള്ളൊന്നും വെറുതെ കിട്ടിയ സാധനമല്ല മോനെ, കടം കൊടുത്ത് തീർക്കാൻ. മോൻ പോയി വല്യമ്മൻ്റെ അടുത്ത് പൈസ തരാൻ പറ, എന്നിട്ട് തരാട്ടാ. ചെല്ലേ, ചെക്കൻ്റെ ഒരു പൂതി. ജന്മനാടായ മക്കയിലെ ജീവിതം അസഹനീയമായി തീർന്ന സന്ദർഭത്തിൽ
പലായനം ചെയ്ത് മദീനയിൽ എത്തിച്ചേർന്ന നബിയെ ദേശവാസികളായ പെൺകിടാങ്ങൾ മുഴങ്ങുന്ന തുകൽവാദ്യങ്ങൾ മുട്ടിയും മനോഹരമായ സ്വാഗതഗീതികൾ ആലപിച്ചും സ്വീകരിച്ചാനയിച്ചു. നബി അതിൽ ആനന്ദിച്ചും അവരെ അനുമോദിച്ചും പെരുമാറി. വേദഗ്രന്ഥമായ ഖുർആൻ, പ്രവാചകവചനമായ ഹദീസ് എന്നിവയ്ക്ക് നേർവിപരീതമായി സ്ത്രീക്ക് വിദ്യയും തൊഴിലും സാമൂഹ്യ ജീവിതവും നിഷേധിക്കുന്നവരാണ് യഥാർത്ഥ മതമൗലികവാദികൾ. സ്ത്രീത്വത്തെ അദൃശ്യതയിലും നിശബ്ദതയിലും കുഴിച്ചുവിടാൻ ശ്രമിക്കുന്നവർ ഓർക്കുക, ഏതു മതത്തിലായാലും മതമൗലികവാദത്തിന്റെ പ്രധാനപ്പെട്ട ഇര സ്വന്തം സമുദായത്തിലെ സ്ത്രീയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവും കാഴ്ചപ്പാടുമുള്ള സാഹിബിൻ്റെ കൊച്ചുമോൾക്ക് തന്നെ വരാള് വയ്യ തങ്ങൂലല്ലോ, അനുഭവിക്കന്നെ. അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഓനതൊരു വളാവും. ഞാനൊരു വക്കീലിനെ പണക്കി തരാം. ആ ഒന്നും വേണ്ട. സ്നേഹമെന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാനുള്ളതല്ലോ. എന്നാലും അവൻ്റെ ചോരയെ പോറ്റേണ്ട ഉത്തരവാദിത്തല്ലേ. ഫാത്തിമയുടെ കാര്യം പോട്ടെ, മക്കളെ നോക്കണ്ടേ? വേണ്ട, എൻ്റെ കൊക്കിൽ ജീവനിലോടത്തോളം കാലം ഞാൻ പോറ്റും. അത് കഴിഞ്ഞാൽ പഠിച്ചോനെ വഴി തരും. ഒരു കേസിന് ഞാളില്ല. ഓൻ്റെ ബൈക്ക് പോട്ടെ. ഇന്ന് വൈകുന്നേരം ഇഷാ നമസ്കാരത്തിന് ശേഷം ഇരിക്കൂർ മിഫ്താഉൽ ഉലൂം മദ്രസ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന മതപ്രഭാഷണത്തിൽ ഇസ്ലാമിക പണ്ഡിതനും പ്രൗഢോജ്വല വാഗ്മിയുമായ ജനാബ് സുലൈമാൻ മുസ്ലിയാർ കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തെ അധികരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. മഹത്തായ ഈ ദീനിന്റെ സദസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സദസ്സിലേക്ക് സ്ത്രീകൾ നിർബന്ധമായും എത്തിച്ചേരുവാൻ അറിയിക്കുന്നു. കുടുംബജീവിതത്തെക്കുറിച്ച് ദീനിൽ പറഞ്ഞതെല്ലാം നിങ്ങളോട് വിവരിക്കുന്നു. ആളുകൾക്കൊരു വിചാരമുണ്ട്, നമുക്ക് തോന്നുമ്പോ മൊഴി ചൊല്ലി പെണ്ണ് കെട്ടാന്ന്. ഖുറാനും ഹദീസും അറിയുന്നവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ആലിമീങ്ങളെ, ഹബീബന്മാരെ, എൻ്റെ സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. വ്യക്തമായ 4 കാരണങ്ങളാൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ മൊഴി ചൊല്ലാം. 1, അവൾ അനുസരണശീലമില്ലാത്തവളാകുമ്പോൾ, എന്നുവെച്ചാൽ ഭർത്താവിന് അവളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ, അതായത് ശാസിച്ച് ഉപദേശിച്ച് അടിച്ചു നേരെയാവാത്ത ഭാര്യയെ അവന് മൊഴി ചൊല്ലാം. 2, അവൾ രോഗിയാകുമ്പോൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ ഇവയെല്ലാം നോക്കാനാവാത്ത വിധം രോഗിണിയായ ഭാര്യയാണെങ്കിൽ വേറെ വിവാഹം കഴിക്കാം. 3, അവൾക്ക് സന്താനോൽപാദന ശേഷിയില്ലാതെ വരുമ്പോൾ, അതായത് പ്രസവിക്കാത്ത ഭാര്യയെ ഉപേക്ഷിക്കുകയോ ഇല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ ശരീഅത്ത് നിയമപ്രകാരം വിവാഹം കഴിച്ച് കൂടെ പാർപ്പിക്കുകയോ ചെയ്യാം. ഇനി 4മത്തത്, ചില പുരുഷന്മാരുണ്ടല്ലോ, അവർ വികാരം കൂടുതലുള്ളവരായിരിക്കും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കതറിയാമല്ലോ. അവന്റെ വികാര ശമനത്തിന് ഒരു സ്ത്രീ പോരെന്നുണ്ടെങ്കിൽ ഹബീബന്മാരെ, അവനൊരിക്കലും വ്യഭിചാര വൃത്തിക്ക് പോകരുത്. അവനെ നിയമപ്രകാരം 1, 2, 3, 4 വരെ മാത്രം വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ തുല്യനീതി ഉറപ്പാക്കാൻ ഇസ്ലാം കൽപ്പിക്കുകയും ചെയ്യുന്നു. മൊയ്ലാരെ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് മതിയാവാതെ വന്നാലോ? ഫാത്തിമ മിണ്ടാണ്ടിരി, എന്താ സഹോദരി പറഞ്ഞത്? മൊയ്ലാര് പറഞ്ഞല്ലോ, ഒരു പുരുഷനൊരു സ്ത്രീയെ മതിയാതെ വന്ന വേറെ കല്യാണം കഴിക്കാന്ന്. നേരം മറിച്ചായാലോ? ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മതിയാതെ വന്നാലോ? ഇസ്ലാമിനെ കുല്ലും ഹറാം. എന്താ പടച്ച തമ്പുരാനെ ഈ കേൾക്കണത്? ഒരു പുരുഷനെ മതിയാവാത്ത സ്ത്രീ എന്നാൽ അവൾ വേശ്യയെന്നർത്ഥം. വേശ്യാവൃത്തി ചെയ്യുന്നവൾ നരകത്തിന്റെ വിറകാണ്, അറിയോ? ചാങ്ങടന്ന നായക്ക് ദാഹജലം കൊടുത്ത വേശ്യാസ്ത്രീ സ്വർഗത്തിന് അവകാശിയാന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? കൊള്ളാം. ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്തിട്ട് അവസാനം നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്ത് പോകുന്ന സഹോദരി കരുതിയേക്കണത്? എങ്കിൽ തെറ്റി. സ്ത്രീകളുടെ ശബ്ദം,
സ്ത്രീകളുടെ ശബ്ദം സദസ്സിലേരുന്ന കാലം വന്നാൽ അത് കിയാമം നാളിന്റെ വരവാണെന്ന് ഷഫീന റസൂലുള്ളാഹി. സ്ത്രീകൾ അധികാരത്തിലെത്തുന്ന കാലം അതിവിദൂരമല്ല. അങ്ങനെ ഒരു കാലം വന്നാൽ അതും കിയാമം നാളിന്റെ ലക്ഷണമാണെന്ന് ഷഫീന റസൂലുള്ളാഹി. രാത്രികാലങ്ങളിൽ സ്ത്രീകൾ ഇറങ്ങി നടക്കുകയും പുരുഷനൊപ്പം തുല്യത അവകാശപ്പെടുകയും ചെയ്താൽ ഹബീബന്മാരെ നിങ്ങൾ ചിന്തിച്ചുകൊള്ളൂ, അതും ഖിയാമം നാളിന്റെ അടയാളമാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇപ്പൊ മൊയ്ലിയാർ പറഞ്ഞ 3 കാര്യങ്ങളും നബി തിരുമേനിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ മനഃപൂർവ്വം കരുതി കൂട്ടിയതാണ്. സ്ത്രീക്ക് വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ബഹുമാന്യത നേടിത്തന്നത് ആദർവായ റസൂലാണ്, അല്ലേ? എന്തൊക്കെ അബദ്ധധാരണകളാണ് ഈ സഹോദരിയിലുള്ളത്. പള്ളി കമ്മിറ്റിക്കാരെ, ഇങ്ങനൊരു വാഗ്വാദത്തിനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? സഹോദരി, ഖുർആനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അബദ്ധധാരണ വെച്ചു പുലർത്തിയാൽ നാളെ ആഖിറം ഉണ്ടാവില്ല. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഖാലല്ലാഹു അസ്സ വജൽ. ഹബീബന്മാരെ, നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുകയാണോ നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? നിങ്ങളെ എന്നിലേക്ക് മടക്കുകയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അല്ലാഹ് ചോദിക്കാണ്. എന്റെ ആഹിറത്തെ കുറിച്ച് ഓർത്ത് മൊയ്ലാർ വിഷമിക്കണ്ട. ആദ്യം ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കട്ടെ, പിന്നെ അല്ല ആഹിറം. ഒരു കാരണമില്ലാതെ എന്റെ ഭർത്താവ് നിങ്ങൾ കുറച്ചു മുമ്പ് വിസ്തരിച്ച ഖുറാനും ശരീഅത്തും മുമ്പ് വെച്ച് എന്നെ എന്റെ മക്കളെ ഉപേക്ഷിച്ചു പോയി. അതിനെന്ത് ഞാൻ എനിക്ക് പറയാനുള്ളത്? മാനസിക വിഭ്രാന്തിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ജൽപ്പനം, അത്രേ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ. അല്ല, നല്ല മനസ്സോടെ, ഉറച്ച മനസ്സോടെ, സുബോധത്തോടെയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെ പോലെ വിവരം കുറഞ്ഞവര്, ലോകത്തെ അറിയാതെ ഖുർആൻ ശരിക്കും മനസ്സിലാക്കാതെ അടിച്ചേൽപ്പിക്കുന്ന വിവരക്കേട് ആളുകൾ ആവർത്തിക്കുന്നു. അത് നിങ്ങളാണ് ഉത്തരവാദി, നിങ്ങൾ മാത്രം. കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും അധികാരം നേടാനുള്ള നിങ്ങളെ പോലുള്ളവരുടെ കുടില തന്ത്രങ്ങൾ ഇത് ഇസ്ലാമിന് മാത്രമല്ല എല്ലാ മതത്തിലുള്ള. പ്രശ്നം ഉണ്ടാക്കാണ്ട് കടന്നു പൊക്കിടുന്നു പറയല്ലേ. ഫാത്തിമ, നീ ഇറങ്ങിപ്പോ, വീട്ടിലേക്ക് പോ. വേണ്ട പ്രസിഡന്റ്, ഓന്റെ ജലാലുദ്ദീൻ ആടെ പോയി കുത്തിരിക്കൽ വിവരമില്ലായ്മ അതാണ്. വേണ്ട, ആ സഹോദരി വിട്ടേക്ക്. ഒന്നും പറയുകയും വേണ്ട, അത് ഇസ്ലാമിൽപ്പെട്ടതല്ല. നമുക്ക് തിരിച്ചു വരാം. കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതത്തിൽ പുരുഷനും നാണക്കേടായത് എനക്കാ. വയലിന് മണിക്കൂറെണ്ണി കാശ് പറയുന്ന ആളാ. എന്നോട് പരിചയമുള്ളതിന്റെ പേരില വന്നത്. അയാളെ മക്കാറാക്കി വിട്ടതിന് ഞാൻ എന്ത് സമാധാനം പറയാ? തള്ളേന്റെ വാശി പെണ്ണിനുണ്ട്. ഇപ്പോഴാ അത് പുറത്തു വന്ന്. സാഹിബിന്റെ ചോരല്ലേ ബ്രിട്ടീഷ് പട്ടാളത്തോട് പൊരുതിയന്റെ കുറച്ചൊക്കെ കാണാണ്ടെക്കോ എന്ന് വെച്ച് ആ വാശി കാണിക്കേണ്ടത് ഖുറാനോടും ശരീഅത്തിനോടാണോ? ധിക്കാരല്ലേ അത്? സൈദാലി, ഓൾ അബു തലാക്ക് ചൊല്ലിയതിൻ്റെ വിഷമം ആ ആദി, അതൊക്കെ കാരണമാവും അങ്ങനെ പറഞ്ഞത്. വയലിന് ഹാജിയാരുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. ഇങ്ങക്ക് ഓരോടുള്ള അടുപ്പം ഞങ്ങൾക്കറിയാം. അതേടോ, എനിക്കൊരിഷ്ടമായിരുന്നു കുഞ്ഞൈബ് സാഹിബിൻ്റെ മോളെന്ന ഇഷ്ടം. ആ ഇഷ്ടം ഞാൻ എൻ്റെ വാപ്പനോടും പറഞ്ഞു. ഒരുടെ ദാരിദ്ര്യം പറഞ്ഞ് വാപ്പ അന്നതിന് സമ്മതിച്ചില്ല. വാപ്പനെ ധിക്കരിക്കാൻ എനിക്കത് കഴിഞ്ഞില്ല. ആവശ്യമില്ലാത്ത കാര്യം ഇപ്പൊ ഈടെന്തിനാ പറയുന്നത്? ഇപ്പോഴത്തെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്ക്. ഓർക്ക് പള്ളി വിലക്ക് വേണം, അതാ എൻ്റെ അഭിപ്രായം. അതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടാ? എന്തേ നടക്കാണ്ട്? ഭൂരിപക്ഷ അഭിപ്രായം നോക്കണം. തൽക്കാലം അതൊന്ന് വേണ്ടാന്ന് വെക്കാം. അത് വിട്ടേക്ക് ജലാലേ, നാളെ എങ്ങനെയാന്ന് നോക്കിയിരിക്കുന്നവരാ. ആ ഒരു വിഷമം നമ്മളറിയണം. പോട്ടെ, വിട്ടേക്ക്. നമ്മുടെ ഇടയിലെ പ്രധാന പ്രശ്നം ഇപ്പോൾ പെണ്ണുങ്ങളാന്ന് വരുത്തുക എല്ലാവരും. ഓളുടെ വേഷം, ശിരോവസ്ത്രം, കല്യാണപ്രായം, കടിച്ച് കീറാൻ നിൽക്കുന്ന സംഘടനകളാണെങ്കിലും ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാ. പള്ളിക്കമ്മിറ്റിയിലേക്ക് എന്താ പുകില്? കാര്യങ്ങൾ ചോദിച്ചതിന് ആറ്റേൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ എല്ലാവരും നോക്കുന്നത്. ഓരെ എന്തിനു പറയുന്നു? അഹമ്മദല്ലേ ഓള് കാണിച്ചേ? എന്താ ധൈര്യം? ഞാൻ ആറ്റോട് പറഞ്ഞ് ഇനി ഇട വരണ്ടാന്ന്. വെറുതെ പള്ളിക്കാരെ പണക്കണ്ടല്ല. ആ ഒരു സഹായം ഓർക്കുണ്ടായിരുന്നത് നീ കളഞ്ഞോ? പോകത്ത്. നിങ്ങൾ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. ഓരോടുള്ള പുതിയും കൊണ്ട് നടക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം. എന്നോടകത്തു പോകാനാ പറഞ്ഞേ. കൽബുൻ കിതാബുൻ മൊലിയരെ, ഷജറുൻ
ആ മിണ്ടാണ്ടിക്ക്. ഇന്റെ മോനെ ഒത്തുള്ളി കയറ്റില്ലെന്ന് പറഞ്ഞു ഞങ്ങള്. ആറ്റനോട് ബൈക്കിനൊന്നും വരണ്ട. പള്ളി കമ്മിറ്റിക്കാരെ തീരുമാനാത്. ഞാനൊന്നും ചെയ്തിക്കില്ല. നിങ്ങളൊന്നും ചെയ്യണ്ട. ഈടിരുന്ന് ജിന്നിനെ പറപ്പിക്കും. എന്റെ മോന് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും നോമ്പെടുക്കാനൊക്കെ പഠിപ്പിക്കാനുള്ള ആവതേ ഇന്ന് എനിക്കുണ്ട്. ഞാൻ ചെയ്തോളും. ഒരു പള്ളി കമ്മിറ്റി. വാ മോനെ. മെഹ്റു, മെഹ്റു. അലി, ഈ ഇനി ടി വി കാണാനെന്ന് പറഞ്ഞ് ഈടെ വരണ്ട. വേഗം പുരയ്ക്ക് പോയിക്കാ. നിങ്ങളെ ചെക്കനല്ലേ ഇത്? വള്ളിന് എന്തെല്ലാം കുഴപ്പമുള്ളവിടെ ഉണ്ടാക്കിയേ? വല്ലാത്ത ധൈര്യം തന്നെ അപ്പാ. പള്ളി കമ്മിറ്റി വിലക്കീനൊന്ന് കേൾക്കുന്നേ ആണോ? ആ ആറ്റേ, ഇനി മുതൽ നിങ്ങൾക്ക് ഇവിടെ സാധനം ഇല്ല കേട്ടോ. നിങ്ങൾ വേറെ വീട് നോക്കിക്കോളി. വേണ്ട. ഓസാരത്തിനും നല്ല സാധനം തരുന്നത് പൈസ തന്നിട്ടല്ലേ. ഞാൻ വേറെ നോക്കിക്കോളാം. ഞാൻ തെറ്റ് ചെയ്തോ? മോളെ, നീ ഉമ്മു സൽമയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഉപ്പാപ്പ പറഞ്ഞു തന്നിട്ടില്ലേ? ആരായിരുന്നു അവർ? സുന്ദരിയും ധീരിയുമായിരുന്ന അവർക്ക് യൗവനത്തിന്റെ നിറകാലത്ത് വിധവയാകേണ്ടി വന്നു. മക്കയിലെ ജാഹിലിയാക്കളുടെ ഇടയിൽ നിന്നും 4 പൊടിക്കുഞ്ഞുങ്ങളുമായി മദീനയിൽ അഭയം തേടിയ അവർ പിന്നീട് നബി തിരുമേനയുടെ പ്രിയപത്നിയായി. പ്രവാചക പത്നിമാരിൽ ഉമ്മുസൽമയ്ക്കാണ് എല്ലായ്പ്പോഴും ബുദ്ധിപരമായ മുൻതൂക്കമുണ്ടായിരുന്നത്. ഖുറാനിൽ എപ്പോഴും
പുരുഷനെപ്പറ്റി മാത്രം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിക്കാൻ അവർ ധൈര്യം കാണിച്ചു. അതിനുശേഷം പ്രവാചകന്റെ പ്രഭാഷണങ്ങളിൽ സ്ത്രീകൾക്ക് കൂടി പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടു. ഈ ജാഹിലിയാക്കളോട് തല ഉയർത്തി എൻ്റെ മോൾ ഇത്രയും ചോദിച്ചല്ലോ, അതിനെ ഉപ്പാപ്പ വില കൽപ്പിക്കുന്നു. നമ്മളെ ആൾക്കാരനെ വേണമെന്നൊന്നുമില്ല, അടുക്കളപ്പണിയല്ലേ, ഏടെയായാലും എന്താ. നിങ്ങളെ പരിചയത്തിലാരെങ്കിലും? നോക്കാറ്റ ഒന്നായില്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നൊരു കാർഡ് ഒപ്പിക്കാം, തൊഴിലുറപ്പിന്റെ. ഉമ്മ ശരിക്കും ഭയ മുട്ടി ചന്ദ്ര, അതുകൊണ്ടാ. മമാലി, കുട്ടികൾ രാവിലെ തുറന്നു വിട്ടിനല്ലോ. അത് കുഴപ്പമില്ല, നിന്റെ പിടിന്ന് എവിടെ പോവാൻ. പഠിച്ചോ നമ്മളെ പറ്റി കിട്ടാണ്. അപ്പൊ ശരി. ഉമ്മ അതിനെ വിറ്റിന് മോളെ. പൈസ ഉണ്ടാകുമ്പോ നമുക്ക് വേറെ എന്തിനെ വാങ്ങാട്ടോ. നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ടുണ്ടാവുതല്, നമ്മളെ മാത്രം ഒഴിവാക്കി. ആട് ബിരിയാണി ആയിരിക്കും അവിടെ അല്ലേ? ഉമ്മാക്ക് ബിരിയാണി വേണോ? വിളിച്ചില്ലല്ലടാ മുത്തേ, വിളിക്കാതെ എങ്ങനെ പോവാ? ചന്ദ്ര, ചന്ദ്ര. അച്ഛനയുടെ ഇല്ലല്ലോ ഉമ്മ, ടൗണിൽ പോയതാ. എന്തേ മോളെ, അലിയുടെ വന്നിനാ? ഇല്ലല്ലോ ഉമ്മ. ഈ ചെക്കനെടെ പോയി? എന്താ ഉമ്മ? ഒന്നുമില്ല മോളെ, അലീനെ കാണുന്നില്ല. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു. എന്റെ റബ്ബേ, ഈ കുട്ടിനെ ഞാൻ എവിടെ പോയി നോക്കാനാ? ഇതാ വരുന്ന്. എവിടെ പോയിനി? ഉമ്മാക്ക് ബിരിയാണി. എന്തിനാടാ അവിടെ പോയത്? എന്റെ കാലിലെന്തോ. കുട്ടിക്ക് എന്ത്? മോനെ മോനെ മോനെ, റബ്ബേ ചതിച്ചല്ലേ. എന്തെങ്കിലും തുണി കെട്ടെടുക്ക്. മോളെ, അലിക്കെന്ത് പറ്റി? ബസ് വേണ്ടിയതാ മോനെ, വേഗം ആസ്പത്രിക്ക് വിട്.
പേടിക്കണ്ട ഉമ്മ, പിടിച്ചിരുന്നോ. ഉമ്മ മാർക്ക്, ഞാൻ എടുക്കാം. നോക്കിയെടുക്ക. ഡോക്ടറെ, പാമ്പ് അടിച്ചാ, വേഗം നോക്ക്. അങ്ങോട്ട് കിടത്തു. 4 ആത്മാക്കളുടെ ഏക പ്രതീക്ഷ. എങ്ങനെങ്കിലും എന്റെ കുട്ടിനെ രക്ഷപ്പെടുത്തു ഡോക്ടറെ. ഇവരെ ഒന്ന് മാറ്റൂ, ഞാനൊന്ന് നോക്കട്ടെ. ഉമ്മ വാ, കരയാണ്ടക്ക്. എന്റെ പൊന്നുകാട്ടേ, സെക്രട്ടറിയും പ്രസിഡന്റും സ്ഥലത്തില്ലെന്ന് വെച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വൈകരുത്. സമയം ഇപ്പം തന്നെ 9 ആചാര്യക്ക് പ്രസിഡന്റിനെ അറിയാലോ. മൂപ്പറെ ഞാൻ ഫോണിൽ വിളിച്ച് ലൊഹറോട് എത്തും, എന്നിട്ട് തീരുമാനിക്കാന്നാ പറഞ്ഞേ. അയാളിങ്ങെത്താൻ വൈകിയാലോ? അതുവരെ മയ്യ എങ്ങനെ കടത്തുവോ? അല്ല, മൊയിലാർക്കൊന്നും പറയാല്ലേ? പ്രസിഡന്റ് ഇപ്പം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഖുറാനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വല്ല വിവരമുണ്ടോ? ഒരു മയ്യത്തിനോട് അനാദരവ് കാണിച്ചാൽ അതിൻ്റെ ശിക്ഷ സമൂഹം മൊത്തം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ എന്തായി പറയുന്നേ? എന്ത് അനാദരവ് കാട്ടിന്നാ? പള്ളീനെ മൊയിലക്കന്മാരെയൊക്കെ ചീത്ത വിളിച്ച് നടക്കുന്ന ഓരാണ് നിങ്ങൾക്ക് വലുത്. ഒരു വരിസംഖ്യ അടയ്ക്കാറില്ല, പള്ളിയായിട്ടൊരു ബന്ധവുമില്ല. വരിസംഖ്യ എത്രയാടോ? അത് ഞാൻ അടയ്ക്കാം, പള്ളിക്ക് നഷ്ടം വരണ്ട. പള്ളിയും സന്തൂക്ക് എടുക്കാനും ഖബർ വെട്ടാനും എത്ര വേണ്ടി വരും? അതും തരാം. എന്തായാലും ഹാജാരെ, പ്രസിഡന്റ് എത്തൂലോ ലുഹറിന്. നമുക്ക് അസറോടെ മറവിനുള്ള ഏർപ്പാടാക്കാം. രാത്രിയിൽ ഞാൻ ഉണ്ടായില്ല. ഇനിയിപ്പോ എന്താ വൈകണേ? എപ്പോഴാ ഖബറടക്കാന്ന് പറഞ്ഞിട്ടില്ല. അബുവിന്റെ ഉമ്മയും പെങ്ങളും ഞാളെല്ലാം പോയി. അസറോടെ മറയാം. പള്ളിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രസിഡന്റും സെക്രട്ടറിയും വേണ്ടി തീരുമാനിക്കാന്ന്. കമ്മിറ്റിക്കാരെങ്ങനെയാ പറഞ്ഞത്? ഈ കഴിഞ്ഞതിലപ്പുറം ഇനിയൊന്നും വരാല്ല. ഒരു കമ്മിറ്റിക്കാരന് സമ്മതം വേണ്ട ഈ മുറ്റത്ത് മറവ് ചെയ്യാൻ. മണ്ണിലടക്കാനാ റസൂല് പറഞ്ഞത്. പള്ളിയും കബർസ്ഥാനൊക്കെ പിന്നീട് ഉണ്ടായതല്ലേ. എന്റെ ഉപ്പ തന്ന മണ്ണായത്. ഈട മതി എന്റെ കുഞ്ഞിന്റെ കിടപ്പ്. ആറ്റേ, ഒന്ന് ക്ഷമിക്ക്. വാശി വേണം, വേണ്ടെന്നല്ല. പക്ഷേ വേണ്ട, ഇതെന്റെ തീരുമാന. അതില് മാറ്റല്ല. എന്നെ സഹായിച്ച് നിങ്ങളെ പേര് വടക്കാക്കണ്ട. ചന്ദ്ര, എനിക്കൊരു കുയ്പെട്ടി തരണം. 4 അടി താഴ്ചയിൽ 2 തട്ടായിട്ട്, പിന്നെ 5-6 പല കഷ്ണങ്ങൾ.
എന്റെ മോനെ പൊതിയ 3 തുണി കഷ്ണങ്ങളും. ഉമ്മ കുളിപ്പിക്കാട് കേട്ടോ. ഉമ്മക്ക് മുത്തം കൊടുക്കണം. ചന്ദ്ര, എനിക്കെന്റെ കുട്ടിനെ കബറിലെത്തിക്കണം. ജോറായി മൂത്രം വെച്ചാ കൈകാത്തോനാ മയ്യം പിടിക്കുന്നേ. അതേടാ, ഓന്റെ കൽബ് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്റെ കുട്ടിക്ക് സുബർക്കം കിട്ടാനേ അത് മതി. ഈ മയ്യത്തിനോട് നീ പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. ചോദ്യവേളയിൽ സ്ഥിരത നൽകണമേ. ഈ മയ്യത്തിന്റെ കബറിന്റെ പാർശ്വങ്ങളെ നീ വിശാലമാക്കണമേ. എല്ലാ ഭയപ്പാടുകളിൽ നിന്നും നിർഭയത്വം നൽകണമേ. മാറ്റാത്ത ഉമ്മാക്ക് വല്ലാത്ത വേർത്ത മോളെ. പേടിക്കാനൊന്നുമില്ല. ഗ്യാസിന്റെ ഇന്നലെ മുതലൊന്നും കഴിക്കാത്തല്ല ഉമ്മ, അതുകൊണ്ടാ. തോറ്റു പാപ്പ, എന്നെ തോപ്പിച്ചു. മോളെ, ഏറ്റവും വലിയ തോൽവി മരണമാണ്. നീ ജീവിച്ചിരിപ്പില്ലേ, പിന്നെ എങ്ങനെ തോൽക്കും? എന്റെ മോൻ. ആദരവായ റസൂല് പോലും മോൻ മരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എൻ്റെ തീരുമാനമാണത് നബിയെ, എന്തിനു വിഷമിക്കുന്നു എന്നായിരുന്നു പടച്ചോന്റെ കൽപ്പന. ഉപ്പാപ്പയും മോളോട് അത് തന്നെ ചോദിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുക: അല്ലാഹുമ്മ ഇജ്അൽഹു ഫറത്തൻ ലി അബവൈഹി സലഫൻ വദുഹ്റൻ വൈത്തിബാറൻ. അതായത്, ഈ കുട്ടിയെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ഒരു നിക്ഷേപവും വഴികാട്ടിയുമാക്കണമേ, ഇഹലോകത്ത് ജീവിതത്തിൽ ഗുണപാഠവുമാക്കണമേ. ആറ്റേ, എന്താ മോളെ ഇത്? നീ ഇതുവരെ ധൈര്യത്തോടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഉപ്പ അംഗീകരിച്ചില്ലേ? പക്ഷേ നീ തളരാൻ പാടില്ല. നീ തളർന്നാൽ ഈ വീട് മുഴുവൻ തളർന്നു പോവും. മോളെ,
ആറ്റേ ഉമ്മ എന്താ സ്വപ്നം കണ്ടു മോളെ? ഉമ്മ നീക്കേ. നിങ്ങളിങ്ങ് പോന്നാ? ഉപ്പ പ്രത്യേകം പറഞ്ഞതാ ജോലി എന്തെങ്കിലും ആയിട്ട് പോന്നാ മതിന്ന്. ഓ അതൊന്നും ശരിയാവില്ല. നിങ്ങൾക്ക് ഒന്നും ശരിയാവില്ല. ഇവിടുത്തെ ചങ്ങായികളെ കാണാണ്ട് ഉറക്കം വരുന്നില്ലായിരിക്കും അല്ലേ? മൊബൈലൊന്നും തരാണ്ട് വിട്ടത് ആടെ നിൽക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഓ എന്റെ ആയുഷു ഈ ഒന്ന് ബഹളം വെക്കാതെ ഈടെന്തേലും നോക്കാം. എന്തിനാ മംഗലാപുരത്ത് നോക്കുന്നത്? കണ്ട നാട്ടിൽ പോയി കിടന്നിട്ട് എന്ത് കിട്ടാനാ? ഇല്ല, നിങ്ങളൊന്നും നോക്കൂല. ഒരു പണിയും ചെയ്യാതെ കറങ്ങി നടക്കും. നിങ്ങളൊരു കാര്യം അറിഞ്ഞാ? നിങ്ങളെ ചെക്കൻ പാമ്പ് കടിച്ച് മരിച്ച് പള്ളിക്കാര് വെല്ലുവിളിച്ചടക്കല്ലേനോ തള്ളയും മോളും. പെരെ തന്നെ മറ ചെയ്യേണ്ടിയും വന്ന്. ആയിട്ട് കാര്യം ചോദിക്കാനും പറയാനില്ലാത്തോണ്ട് തിരക്കേടില്ല. അല്ലേ കേക്കണ, ഇത് പഴയ കാലല്ല. ആ പ്രസിഡന്റിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞ നിങ്ങൾ എന്ത് പറഞ്ഞു? നടക്കാനുള്ളത് നടന്ന് പോയ വണ്ടിക്ക് ഇനി കൈ കാണിച്ചിട്ട് കാര്യമില്ല. ആ തള്ള ഇങ്ങനെ ചാടിക്കേറി പെരയിൽ മറയൂന്ന് ആരേലും കരുതീനാ? കുറച്ച് എണ്ണ തേച്ചൂടെ ഇന്റെ തലയില്. ഇത്താത്ത, ഞാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയിന്. പഴയ രജിസ്ട്രേഷൻ പുതുക്കാൻ പറ്റിയ സമയാ. ഒന്ന് പുതുക്കിയിട്ടേക്ക്. പോയി നോക്കും മോളെ. പടച്ചോനെ അനുഗ്രഹിച്ച് വല്ല രക്ഷയും കിട്ടിയാലോ. മന്ത്രി വിളിച്ചിരുന്നല്ലോ സാറിനെ. ഉവ്, ഞാൻ ആ ഫയൽ നോക്കി. സീനിയോറിറ്റി മറികടന്ന് അത് നടക്കില്ല. സാർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ ഇവിടെ? എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഏയ് പറ്റില്ല, അത് നടക്കില്ല. മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് പറഞ്ഞതാ. ഔട്ട് ഓഫ് എ പറ്റില്ല. ഔട്ട് ഓഫ് എ ആയതുകൊണ്ടല്ലേ സാറിനെ വന്ന് കണ്ടത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ശരി, എന്നാ പോയിക്കോളൂ. നിങ്ങളെപ്പോലുള്ള ആരായിരിക്കുമല്ലോ ഇനി എല്ലായിടത്തും തലപ്പത്ത്. ഒരു കാര്യം നടക്കില്ല. പോവാം. വരി ഇത്താത്ത വരി. സാർ എന്താ? ഇത് പുതുക്കാതെ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇത് അകത്ത് കൊടുത്താൽ മതി, പുതുക്കി തരും. ഇനി എന്താ? ഒരു ജോലി. ഇരിക്കൂ. എന്തേലും ഒരു ജോലി. നിങ്ങളുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. വീട്ടിൽ വേറെ ആരുള്ളത്? മോളുണ്ട്, പിന്നെ ഉമ്മയും പെല്ലുമ്മയും. ആ കാർഡിങ് തരൂ.
ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ പുതുക്ക്. ഞാൻ സീനിയോറിറ്റി ഒന്ന് നോക്കട്ടെ. പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു എന്നുള്ളതിന് ഒരു സർട്ടിഫിക്കറ്റും വേണം. ശരി എന്നാ. ഒരു 75 മുറുക്കാം. പക്ഷേ കമ്മീഷന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മളില്ലേട്ടാ. ഈ പാർട്ടിനേറ്റ് വാ. കമ്മീഷന്റെ കാര്യമൊന്നും ഈ പേടിക്കണ്ട. അവസാനം പാർട്ടി വന്നു കഴിയുമ്പോൾ നീ പറഞ്ഞ വാക്ക് മാറരുതിട്ടാ. എന്തായാലും നമുക്കത് ഉറപ്പിക്കാം. മോനെ ഇത്താത്ത, ഞാൻ പറഞ്ഞില്ലേ അന്ന് പോയതിന് ഗുണമുണ്ടായി. എന്താ മോളെ? ദാ എന്താ മോളെ? ഉമ്മ ഇത്താത്തന്നെ ജോലിക്ക് ഇന്റർവ്യൂവിന് വിളിച്ചേക്കുന്നു. പഠിച്ച റബ്ബേ രക്ഷിക്കണേ. എന്നാ മോളെ? അടുത്ത തിങ്കളാഴ്ചയാ. റബ്ബേ ഇന്ന് അടുത്തല്ല മോളെ. എന്താ ഫാത്തിമ ആകെ ഒരു വിഷാദഭാവം? ഏയ് ഇല്ല സാർ. ഫാത്തിമയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എന്നെ മൊയ് ചൊല്ലി. കുട്ടികളുണ്ടോ? ഒരു മോളും ഒരു മോനും. മോനി ഇടയ്ക്ക് മരിച്ചു. എങ്ങനെ? വിഷം തീണ്ടി. ഇപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മയും ബെല്ലുമ്മയും. ആർക്കെങ്കിലും ജോലി എന്തെങ്കിലും ഉണ്ടോ? ഉമ്മ ഒരു വീട്ടിൽ ജോലിക്ക് പോയിനേനു. ഇപ്പോൾ ഒരു പരണ്ടാന്ന് പറഞ്ഞ്. പിന്നെ തൊഴിലുറപ്പിന് പോണുണ്ട്. എനിക്ക് ജീവിക്കണം സാർ. എൻ്റെ മോളെ വളർത്തണം. ഉമ്മയും ബെല്ലുമ്മയും നോക്കണം. ഈ ജോലി എനിക്കെന്നെ തരണം. ഫാത്തിമ പോയിക്കോളൂ, വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം. ചേച്ചി ഡെയിലി യൂസ് ആണോ? ജോലിയുണ്ടോ ചേച്ചിക്ക്? ഇപ്പൊ കിട്ടിയുള്ളൂ. എവിടെയാ? ക്ഷേമ ബോർഡില. സർക്കാർ ഓഫീസാ? ഓ ചേച്ചി രക്ഷപ്പെട്ടല്ലോ. ഇത് ചേച്ചിക്ക് മാച്ചായിരിക്കും. ഇത് വേണ്ട, അത് മതി. അവിടേക്കൊന്ന് ലത, ഈ കസ്റ്റമർ ഒന്ന് നോക്ക്. ഇത്താത്ത, ഇത് കൊള്ളാം. ഏത് ഇത്താക്ക് നന്നായി ചെയ്യും.
ഇതെടുത്ത ചേച്ചി, ചേച്ചിക്ക് ഇത് മാച്ച് ആയിരിക്കും. ഇവിടെ എത്ര ശമ്പളം ഉണ്ട്? 3000 ചേച്ചി. ഇവിടുത്തെ തസ്തിക പാർട്ട് ടൈം സീപ്പറുടേതാണ്. പക്ഷേ ഒരു പിയൂണിന്റെ ജോലി കൂടി ചെയ്യേണ്ടി വരും. അതിനായി 1000 രൂപ അലവൻസ് കിട്ടും. പിയൂൺ തസ്തികയുടെ സാങ്ഷന് ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. സാങ്ഷനായ ഫാത്തിമയ്ക്ക് അതിലേക്ക് പ്രമോഷനും കിട്ടും. മനസ്സിലായോ? അറിഞ്ഞാബു, ഓള് രക്ഷപ്പെട്ടു, ഉദ്യോഗക്കാരിയായി, അതും സർക്കാർ ഉദ്യോഗം. എനിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിനാ? ആ കുട്ടികളെ ഓളെ നോക്കി കഴിഞ്ഞ പോരാനാ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കയ്യിന്ന് പോയില്ലേ? ആരും ഇല്ലാത്തവർക്ക് പടച്ചോണ്ടാവും മോളെ. അല്ലെങ്കിൽ ഇന്റെ മോക്ക് ഇപ്പൊ അത് കിട്ടുവോ? അൽഹംദുലില്ലാ, എൻ്റെ കുട്ടിയൊക്കെ നല്ലത് വരുത്തണേ റബ്ബേ. വാത്തു, അലി മരിക്കുന്നേരം ഞാൻ മംഗലാപുരത്തായിരുന്നു. അതാ വരായിരുന്നു. ഞാൻ ചെയ്തതൊക്കെ പൊറുക്ക്. ഇനി ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കൂല. ആയുഷുവിനെ ഞാൻ മൊഴി ചൊല്ലാം. ഓളുമായി ഒത്തുപോകാൻ എനിക്ക് വയ്യ. ഇനി എനക്ക് ഈ മാത്രം മതി. പാത്തു, ഈ പടി കടക്കരുത്. വാ. മോളെ, ഉമ്മാക്കറിയാലോ എന്നെ. എന്തെന്റെ മനസ്സില്? ഒന്നുമില്ല ഉമ്മ. എത്രയും വേഗം പഴയ സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ച് മോളെ ചേർക്കണം. ഇപ്പൊ തന്നെ ക്ലാസ് കുറെ പോയി. യൂണിഫോമും പുസ്തകം എല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് കിട്ടും. ഇനി വൈകിക്കണ്ട, നാളെ തന്നെ വാങ്ങിച്ചോ. കൊന്താലമൂലിയനും കുട്ടി അബു വരുന്നുണ്ടല്ലോ. ആറ്റ ഇല്ലേ ഇവിടെ? ഓ, ആറ്റെ ചില സാഹചര്യങ്ങൾ കാരണം അബുവും ഫാത്തിമയും തമ്മിൽ തലാക്ക് വരെ എത്തി. അബുവിനതിൽ മനസ്താവുണ്ട്. പടച്ചോൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്താ അതിനൊരു മറുപരിഹാരം നമ്മളെന്നെ കാണണ്ടേ? ആറ്റ എന്തോന്ന് പറയണ്ടെന്ന് ചാടിക്കടിക്കാറുള്ളതാണല്ലോ. മൊയിലാറ് പറഞ്ഞതിന് മറുപടി പറയും. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എനക്കൊന്ന് പറഞ്ഞത്. ഓരോരുത്തർക്കും അവരവരുടേതായ ശരികളും തെറ്റുകളും ഉണ്ട്. പക്ഷേ ഇവിടെ മോളുടെ ശരി തന്നെയാണ് ഉപ്പാപ്പായുടെയും ശരി. എന്താറ്റേ, ഒന്നും പറയാനില്ലേ? അബു എല്ലാം മറന്ന് ഫാത്തിമാനി മോളെ വീണ്ടും നോക്കാന്നാ പറയുന്നത്. ഹൈറല്ലേ അത്? മോളോട് ചോദിക്കി. അതിന് ഉത്തരം ഞാൻ പറഞ്ഞാ പോരെ?
മുണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. ഖുറാനും ശരീഅത്തൊക്കെ ഇത്ര വേഗം മറന്നോ മൗലാക്കന്മാര്? തലാക്ക് ചൊല്ലിയ സ്ത്രീയെ വീണ്ടും അയാൾ തന്നെ നിക്കാഹ് കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ തന്നെ ഓളെ വേറെ ആള് നിക്കാഹ് കഴിച്ച് മൊയ് ചൊല്ലിയിരിക്കണം. അത് കുഴപ്പമില്ല. അബുവിന്റെ ഇളയമ്മേന്റെ മോൻ ഒരുത്തനുണ്ട്, മെയ്തി. ഓൻ കെട്ടി പിറ്റേന്ന് തന്നെ മൊയ് ചൊല്ലിക്കോളും. തലാക്കിനായി മാത്രം കെട്ടരുതെന്നാണ് നിയമം, അറിയോ മൊയ്ലിയാർക്ക്? അതുപോട്ടെ, അപ്പോഴും ഞാനൊരു യുദ്ധകാലം കഴിയണ്ടേ, എന്നാലല്ലേ വീണ്ടും എന്റെ നിക്കാഹ് നടക്കൂ. അത് പേരിനൊരു നിക്കാഹല്ലേ, കുഴപ്പമില്ലാന്ന് അബുവിന് അറിയാമെങ്കിൽ പിന്നെന്താ? എന്ന് വെച്ച സ്ത്രീ ഒരു സാധനം അല്ലേ, ആർക്കും വാങ്ങി ഉപയോഗിക്കാവുന്ന ഒന്ന്. അവൾക്ക് വിചാരവും വികാരവും ഒന്നുമില്ല, ഒന്നും പാടില്ല. അന്ന് സമുദായക്കാരും മൊയ്ലിയാക്കന്മാരും കേൾക്കാൻ ഫാത്തിമ ഒന്ന് പറയാ. ആദരവായ റസൂല് സ്ത്രീക്ക് ഒരുപാട് അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും കൽപ്പിച്ചു കൂട്ടി തന്നിട്ടുണ്ട്. പള്ളിയിൽ പോകാനും പിതാവിന്റെ സ്വത്തിന് അവകാശം കിട്ടാനും, എന്തിന് പൊതുവേദിയിലും യുദ്ധത്തിലും വരെ പങ്കെടുക്കാനും ഇല്ലേ? പുരുഷന്റെ തലാക്ക് സാധുവാകാൻ 3 വട്ടം ചൊല്ലണമെങ്കിൽ സ്ത്രീയുടെ ഫസ് 1 വട്ടം ചൊല്ലിയാ മതി എന്ന് കൽപ്പിച്ചു പ്രവാചകൻ. ഫാത്തിമ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്റെ ഉമ്മാനെയും ഇങ്ങളെയൊക്കെ സാക്ഷി നിർത്തി എന്റെ ഭർത്താവായിരുന്ന ഇദ്ദേഹത്തെ സ്വമനസാലെ ഫസ ചൊല്ലിയിരിക്കുന്നു. അഹങ്കാരം അല്ലാണ്ടെന്താ? 4 പുത്തൻ സമ്പാദിക്കുന്നതിന്റെ. അതെ, ആ പുത്തൻ കണ്ടിട്ടാണല്ലോ ഈ മനംമാറ്റം. ഫാത്തിമ, ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ ഭാവി കാര്യങ്ങളെ പറ്റി ഒന്ന് ആലോചിക്ക്. എനക്ക് വളർന്നു വരുന്നതേ ഒരു മോളാ. ഓളെ ഒരുത്തനെ ഏൽപ്പിക്കാൻ ബാപ്പ ഇല്ലാണ്ടാവും. ആ, ഒരാങ്ങളച്ചക്കനുള്ളതോ പോയി. ഈ ദുനിയാവിലെ ഏതവസ്ഥയ്ക്കും മറുപടിയും ഉണ്ട്, ഉത്തരവുണ്ട് ഖുറാനില്, ഇല്ലേ? എന്നാലും ഞാനിപ്പോ അതേക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല. ഞാൻ ആദ്യം ഭീതി കൂടാതൊന്ന് ശ്വസിക്കട്ടെ, വയറു നിറച്ചെന്തെങ്കിലും കഴിക്കട്ടെ, നല്ലൊരു വസ്ത്രം കൊടുക്കട്ടെ. അതിനുശേഷം മതി അനക്ക് ഖുറാനും ശരീഅത്തും. അനക്കെന്നല്ല, ഹിന്ദുവിനായാലും ക്രിസ്ത്യാനിക്കായാലും ആർക്കായാലും അതേ വേണ്ടൂ. ആറ്റമോക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഞാനെന്താ പറയണ്ട്? അനുഭവിച്ചും തീർത്തും നോക്ക എന്റെ മോളല്ലേ, ഓള് തീരുമാനിക്കട്ടെ. അബോ, ഇജ്ജ് പോര്. എന്ത് പറ്റി മോളെ? കണ്ണ് കലങ്ങിനല്ല? ഒന്നുമില്ല ഉമ്മ. ഉമ്മ, ഓനെ ബൈയിൽ അങ്ങനെ കണ്ട? സൈനുവിനെ സ്കൂളിൽ ചേർക്കണം ഉമ്മ. ഓഫീസിന്റെ അടുത്ത് സ്കൂളുണ്ട്, പുസ്തകം യൂണിഫോമൊക്കെ കിട്ടി. മോളെ, ഞാനത് എന്നോട് പറയണമെന്ന് വിചാരിച്ചേനു. അനക്കും SLC എഴുതിയെടുക്കണം. പടച്ചോനെ അനുഗ്രഹിച്ച് അതും നടക്കും. നാളെ മുതൽ ഞാൻ ചക്കരപ്പറമ്പ് വഴിയാണ് പോകുന്നത്. ഇടവഴി കടന്ന് വയലറമ്പ് വഴി പള്ളിയുടെ സൈഡിൽ കൂടെ പോയ റോഡിലെത്താം. ബസ് കാശും കുറവുണ്ട്. അത് മതി മോളെ, ആ ഹിമാറിനെ കാണാതെ പോവാലോ. സൈനു, സൈനുവിനും കൂടി ഇത്തിരി ചോറ് എടുക്കയിന് മോളെ. വേണ്ടുമ്മ, സ്കൂളിൽ ചോറ് നല്ല പയറുകറി ഒക്കെ കിട്ടും. ഓ കതെല്ലാം വാങ്ങാനുള്ള തഞ്ചണ്ട, ഇത്തിരി കൊണ്ടേക്കോ. വേണ്ട, ഉണ്ടല്ലേ ഇട. ഉച്ചയ്ക്ക് ഞാൻ തന്നെ സ്കൂളിൽ പോയി വാങ്ങിക്കൊടുക്കണ്ട്. മോള് പോയിട്ട് വാ. ചെരുപ്പ് ആകെ പോയി. സാരില്ല മോളെ, ഉമ്മ
അമ്മ ശമ്പളം കിട്ടുമോ പുതിയ വാങ്ങിത്തരാം.